നമുക്ക് ഈ തെരുവുനായി സംബന്ധിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതർ ഇതിൻ്റെ പുറകെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാത്ത അവസരങ്ങളിൽ ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണ പോലും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഭരണ നേതൃത്വത്തിനോ ഉണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. 2000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഒറ്റ നില കെട്ടിടം, 1 കോടി രൂപ ചെലവ്. ഫെബ്രുവരി മാസത്തിൽ തറക്കല്ലിട്ടു എങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത് ആഴ്ചകൾക്ക് മുൻപ് മാത്രം. പുളിക്കീട് മൃഗാശുപത്രി വളപ്പിലാണ് ABC സെന്റർ നിർമ്മിക്കുന്നത്. ഷുഗർ ഫാക്ടറിയുടെ ഉടമസ്ഥതയിലുള്ള 40 സെന്റ് ഭൂമിയുടെ കൈവശാവകാശം ഇതിനായി ജില്ലാ പഞ്ചായത്തിന് കൈമാറിയിരുന്നു. മാർഗനിർദ്ദേശപ്രകാരം ശീതീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ അടക്കം സൗകര്യങ്ങളോടെയാകും പദ്ധതി യാഥാർത്ഥ്യമാവുക. മുൻപ് സെന്റർ പ്രവർത്തിച്ചിരുന്ന ഇവിടുത്തെ താൽക്കാലിക ഷെഡ് പൊളിച്ചു നീക്കുന്നതിലടക്കമുണ്ടായ കാലതാമസം പണികളെ ബാധിച്ചു. 2 വർഷമായി പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ടായിരുന്നു. അത് നിയമസഭയിലും ഇതിനെക്കുറിച്ച് ഈ ഭരണം വന്നതിന് ശേഷം പല പ്രാവശ്യം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് നിയമസഭയിലും പറഞ്ഞ വിഷയമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകാനായിട്ട് കല്ലിട്ടത് പോലും ഈ പറഞ്ഞ 2-3 വർഷത്തിന് ശേഷമാണ്. മാർഗനിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ ഏതുമില്ലാതെയാണ് താൽക്കാലിക ഷെഡിൽ ഇവിടെ വന്ധ്യംകരണം നടത്തി വന്നത്. പിന്നെ കേന്ദ്രം തന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ പിന്നിട്ട 5 വർഷത്തിനിടെ ABC സെന്റർ ഇല്ലാത്ത ജില്ലയെന്നുകൂടിയായി പത്തനംതിട്ടയുടെ മേൽവിലാസം. പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാൻ 8 മാസം വേണ്ടിവരുമെന്നാണ് കരാറുകാരൻ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ കാത്തിരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. തിരുവല്ല കടപ്രയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.